ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു അദ്ഭുത സംഭവത്തെക്കുറിച്ച് അറിയാമോ? ഗുരുവായൂർ ഉള്ള ഒരു ബ്രാഹ്മണ കുടുംബമായിരുന്നു നെന്മിനി മന. നെന്മിനി മനയിലെ അച്ഛൻ നമ്പൂതിരി ആയിരുന്നു ഗുരുവായൂരിലെ മേൽശാന്തി. ഒരു ദിവസം അദ്ദേഹത്തിന് അത്യാവശ്യമായി ഒരു ഇടം വരെ പോകേണ്ടതുണ്ടായിരുന്നു. സഹായിയായ കീഴ്ശാന്തിയും അന്ന് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ഭഗവാന്റെ പൂജ മുടങ്ങുമല്ലോ എന്ന് ആലോചിച്ച മേൽശാന്തി തന്റെ 12 വയസ്സുള്ള മകനായ ഉണ്ണി നമ്പൂതിരിയെ പൂജ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. പോകും മുൻപ് മേൽശാന്തി ഉണ്ണി നമ്പൂതിരിക്ക് പൂജവിധികൾ എല്ലാം പറഞ്ഞുകൊടുത്തു. ശ്രീകോവിലിന് അകത്ത് കയറിയ ഉണ്ണി മലർ നിവേദ്യവും ഉഷപൂജയും വിധി പോലെ ചെയ്തു. അപ്പോഴാണ് ഉണ്ണി അത് ശ്രദ്ധിച്ചത്. നിവേദ്യ ചോറ് മുഴുവൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഉണ്ണി ആശങ്കാകുലനായി. തന്റെ പൂജ പിഴച്ചോ? ഭഗവാൻ നിവേദ്യം നേരിട്ട് കഴിക്കും എന്നായിരുന്നു ഉണ്ണി കരുതിയിരുന്നത്. ഭഗവാനെ, കൃഷ്ണ, ഇത് കഴിക്കണേ, ഉണ്ണി അപേക്ഷിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കുറച്ചു സമയം കാത്തിരുന്നതിനു ശേഷം ഉണ്ണി പെട്ടെന്ന് ഇല്ലത്തേക്ക് ഓടി. ഉണ്ണി ഉപ്പുമാങ്ങയും സംഭാരവും കൊണ്ടുവരികയും നിവേദ്യ ചോറിന്റെ കൂടെ കൂട്ടിക്കുഴിച്ചു വയ്ക്കുകയും ചെയ്തു. എന്നിട്ടും ഭഗവാൻ കഴിച്ചില്ല. ഉണ്ണി വീണ്ടും അപേക്ഷിച്ചു, ഭഗവാനെ, അവിടുന്ന് കഴിച്ചിട്ടില്ല എങ്കിൽ അച്ഛൻ എന്നെ അടിക്കും. ഒടുവിൽ കരയാൻ തുടങ്ങി. അവന്റെ ശുദ്ധമായ ഭക്തിക്കും കണ്ണുനീരിനു മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഉണ്ണിയുടെ കൈകളിൽ നിന്നും നിവേദ്യ ചോർ മുഴുവൻ വാങ്ങി കഴിക്കുകയും ചെയ്തു. ഏറെ സന്തോഷിച്ച ഉണ്ണി നട തുറക്കുവാനുള്ള സമയം കഴിഞ്ഞത് അറിഞ്ഞില്ല. സമയം കഴിഞ്ഞും നട തുറക്കാത്തത് കണ്ട ക്ഷേത്രത്തിലെ വാര്യരും ഭക്തരും ആശങ്ക പ്രകടിപ്പിച്ചു. ഉണ്ണി ഉറങ്ങിപ്പോയോ, അതോ ഉണ്ണിക്ക് വല്ലതും സംഭവിച്ചോ എന്നെല്ലാം അവർ കരുതി. എന്നാൽ തൊട്ടു പിന്നാലെ ഒഴിഞ്ഞ പൂജാപാത്രങ്ങളുമായി ഉണ്ണി നട തുറന്ന് പുറത്ത് എത്തി. പാത്രങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് കണ്ട വാര്യർ തനിക്ക് അവകാശപ്പെട്ട നിവേദ്യ ചോർ മുഴുവൻ ഉണ്ണി ഉണ്ടു തീർത്തു എന്ന് കരുതി. ഉണ്ണിയോട് ദേഷ്യത്തോടെ അതിനെക്കുറിച്ച് ചോദിച്ചു. ഈ സമയം ഉണ്ണിയുടെ അച്ഛനായ മേൽശാന്തി തിരിച്ച് എത്തി. നടന്ന കാര്യങ്ങൾ എല്ലാം വാര്യർ വിശദീകരിച്ചു. എന്നാൽ ഉണ്ണി പറഞ്ഞു, ഞാൻ അല്ല, ഭഗവാൻ ആണ് കഴിച്ചത്. ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഉടനെ വാര്യർ പറഞ്ഞു, സംഭാരവും ഉപ്പുമാങ്ങയും കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴേ ഒരു സംശയമുണ്ടായിരുന്നു, ഇത് മുഴുവൻ കഴിച്ചത് ഉണ്ണിയാണ്. എന്നാൽ ഉണ്ണി അപ്പോഴും പറഞ്ഞു, ഞാൻ അല്ല, ഭഗവാനാണ് കഴിച്ചത്. ഉണ്ണി കള്ളം പറയുകയാണ് എന്ന് കരുതി കോപം വന്ന മേൽശാന്തി ഉണ്ണി അടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ശ്രീകോവിലിൽ നിന്നും ഒരു അശരീരി ഉണ്ടായി. ഉണ്ണി കള്ളം ഒന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞത് എല്ലാം ശരിയാണ്. നാം ആണ് കഴിച്ചത്, അതിനാൽ നമ്മെ ആണ് തലയേണ്ടത്. കുറ്റബോധം താങ്ങാൻ ആവാതെ മേൽശാന്തിയും വാര്യരും ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് മാപ്പ് അപേക്ഷിച്ചു. ഈ സംഭവത്തിന് ആസ്പദമാക്കിയാണ് ഇന്നും ഭഗവാന് ഉപ്പുമാങ്ങ നിവേദിക്കുന്നത്.